നമസ്കാരം. ഇനി ആരെങ്കിലും വി ഡി സതീശൻ പണം നൽകി PR വർക്ക് ചെയ്യിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞാലും ഞാനങ്ങ് സഹിക്കും. കാരണം എനിക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ വീണ്ടും വി ഡി സതീശന് വേണ്ടി ചെയ്യേണ്ടി വരുന്നത്, വി ഡി സതീശന് വേണ്ടിയല്ല, വി ഡി സതീശനെ കുറിച്ച് ചെയ്യേണ്ടി വരുന്നത് ഇന്നലെ യാദൃച്ഛികമായി ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി വി ഡി സതീശനെ കാണേണ്ടി വന്നതുകൊണ്ടാണ്. കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷമായി അവസാന കാലഘട്ടത്തിൽ പ്രവർത്തിച്ച മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ ഡോക്ടർ ബി അശോക്, അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് ഞായറാഴ്ച കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. കൊല്ലത്തേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നതിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് ബി അശോകിൻ്റെ വസതിയിൽ രാവിലെ 9 മണി മുതൽ 11 മണി വരെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും മറുനാടിൽ നിന്നും ഒരു സംഘം റീത്ത് വയ്ക്കാൻ വേണ്ടി പോവുകയാണ്. തിരുവനന്തപുരം നഗരത്തിന് നടുക്ക് കേശവദാസപുരം എന്ന് പറയുന്ന സ്ഥലത്തിന് തൊട്ടടുത്താണ് ഇടവഴിയാണ്. ഇവിടെയെല്ലാം പ്രധാന വഴിയിൽ നമ്മൾ പോകുന്നത് ചെറിയ വഴികളിലൂടെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കഷ്ടി 2 വണ്ടികൾക്ക് പോകാം. മുഴുവൻ വേഗത്തിൽ പോകാൻ പറ്റില്ല. ഒരു വണ്ടി ഒതുക്കി കൊടുത്താൽ മറ്റേ വണ്ടിക്ക്. ഇത്തരം വഴികളാണ് ഇവിടെയെല്ലാം. ആ വഴികളിലൂടെ നമ്മൾ പോകുമ്പോൾ 1-2 പോലീസുകാർ അവിടെ ഇവിടെ നിൽപ്പുണ്ട്. ഒരാളും നമ്മളോട് എങ്ങോട്ട് പോവുകയാണെന്നോ അങ്ങോട്ട് പോകരുതെന്നോ പറയുന്നില്ല. അശോക് സാറിൻ്റെ വീടിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് കാറ് നിർത്തി ഞങ്ങൾ ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു പോലീസുകാരൻ വന്ന് പറഞ്ഞു, മുഖ്യമന്ത്രി ഉടൻ എത്തും, ഒന്ന് വണ്ടി മാറ്റിയിടാമോ? ഇതാണ് നമ്മളോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, അല്ലെങ്കിലും വണ്ടി ഇവിടെ വിടാൻ പ്ലാനില്ല, വണ്ടി മാറ്റുകയാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ കയറി റീത്ത് സമർപ്പിച്ച് വെളിയിറങ്ങുമ്പോൾ മുഖ്യമന്ത്രിയുടെ വാഹനം എത്തുകയാണ്. മുമ്പിലും പിന്നിലും ഓരോ വാഹനങ്ങളും, കൂടാതെ മന്ത്രി ബിന്ദു മറ്റൊരു വാഹനത്തിലും എത്തി. ഇങ്ങനെയാണ് ഒരുമിച്ച് വരുന്നത്. 2 വാഹനങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം കൂടി ഒരു 6-7 പേര് കാണും. അവരിറങ്ങുന്നുണ്ട്. അതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി ഇറങ്ങുന്നു, നേരെ പോയി റീത്ത് സമർപ്പിക്കുന്നു, തിരിച്ചു പോകുന്നു. ഞങ്ങൾ അവിടെ നിന്നവരോടൊക്കെ അദ്ദേഹം അഭിവാദ്യം അർപ്പിച്ചു, എന്നോട് സംസാരിച്ചു. അവിടെ നിന്നവരോടൊക്കെ അദ്ദേഹം അഭിവാദ്യം അർപ്പിച്ച് അദ്ദേഹം അങ്ങ് പോയി. ഒരു 4-5 മിനിറ്റ് നിന്ന് കാണും. ഞാൻ അതിശയത്തോടെ കണ്ട 2-3 കാര്യങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇതിനു മുൻപ് 10 വർഷം ഒരു മുഖ്യമന്ത്രി നാട് ഭരിച്ച് നേരിട്ട് അനുഭവിച്ച ആളാണ് ഞാൻ. നന്തങ്കോട് എന്ന് പറയുന്ന ഒരു സ്ഥലം വഴിയാണ് ഞാൻ കടന്നു പോകുന്നത്. ഒരു 100 തവണയെങ്കിലും ഈ മുഖ്യമന്ത്രി കടന്നു പോകുന്നത് കാരണം എനിക്ക് കാത്തു നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം മുഖ്യമന്ത്രി വരുന്നതിന് മുൻപ് വഴികളെല്ലാം അടയ്ക്കും. മുമ്പിലും പിമ്പിലുമായി 10-20 വാഹനം ചീറിപ്പായും, ഒരു ഇടിവണ്ടിയും ഒരു ആംബുലൻസും നിരവധി പോലീസ് വാഹനങ്ങളും എസ്കോട്ടും ഒക്കെയായി ഒരു ബഹളമാണ്. ഈ വാഹനം കടന്നു പോകുന്നത്രയും സമയം നമ്മൾ വഴിയടച്ച് കാത്തു നിൽക്കണം മുഖ്യമന്ത്രി കടന്നു പോകാൻ. ഒരുപക്ഷെ പിണറായി വിജയനോട് ഇത്രയധികം വെറുപ്പ് എനിക്ക് വ്യക്തിപരമായി തോന്നാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ്. ഇവിടെയാണ് നമ്മൾ ഈ വ്യത്യാസം കാണേണ്ടത്. ഒരു കാര്യം എനിക്ക് കട്ടായം പറയാൻ പറ്റും, പിണറായി വിജയനായിരുന്നു മുഖ്യമന്ത്രി എങ്കിൽ ഈ വഴിയിലേക്ക് ഞങ്ങളെ കയറ്റിവിടില്ല. കാരണം വഴി ഗതാഗത തടസ്സത്തിനുള്ള സാധ്യതയുണ്ട്. കാരണം ചെറിയ വഴിയിലൂടെ ഒരു വണ്ടി പോകുമ്പോൾ നിന്നു പോകാം, വണ്ടി മാറ്റാൻ പോലും പറ്റില്ല, വണ്ടി പാർക്ക് ചെയ്യാൻ ഇടയില്ല. അത്തരമൊരു സാഹചര്യത്തിൽ പിണറായി വിജയനായിരുന്നു വരുന്നതെങ്കിൽ ആ മെയിൻ റോഡിൽ നിന്ന് തന്നെ തടയുമായിരുന്നു, മറ്റാരെയും കയറ്റുമായിരുന്നില്ല. ഇവിടെ ഒരാളോടും വാഹനം പോകരുതെന്ന് പറഞ്ഞില്ല, ഞങ്ങൾ കടന്നു പോരുന്നു. എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് ഒരു മനുഷ്യരോട് മാറി നിൽക്കാനോ മിണ്ടരുതെന്നോ ഒന്നും പറഞ്ഞില്ല. ഒരു പോലീസുകാരുടെ വലയുമില്ല. ഞാൻ ഒരിക്കൽ പിണറായി വിജയൻ ട്രെയിനിൽ ഇറങ്ങി വരുന്നത് കണ്ടത് ഞെട്ടിപ്പോയി. 100 കണക്കിന് പോലീസുകാരാണ്. അദ്ദേഹം ഇങ്ങനെ വലയം തീർത്താണ് വരുന്നത്. ഒരു വലിയ ചക്രവർത്തിയെ പോലെ വരുന്ന നേരിട്ട് കണ്ടതാണ് ഞാൻ അതിൻ്റെ വീഡിയോ ദൃശ്യം എടുത്തതാണ്. വലിയ ഉന്നത ഉദ്യോഗസ്ഥന്മാർ. ഇവിടെ മുഖ്യമന്ത്രി ജീവനക്കാരല്ലാതെ സ്ഥലത്തെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലുമില്ല. 3-4 പോലീസുകാർ അവിടെ ഇവിടെ നിൽപ്പുണ്ട്, അല്ലാതെ ആരുമില്ല. സാധാരണഗതിക്ക് SP-യും കമ്മീഷണറും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. വിമാനത്താവളത്ത് മുഖ്യമന്ത്രി വരുന്ന വഴി മുഴുവൻ തിരുവനന്തപുരം നഗരത്തിൽ ഒരുമാതിരിപ്പെട്ട പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം വഴിയിലാണ്. സിഗ്നലുകളെല്ലാം ഓഫാക്കി റോഡ് നീളെ, അന്ന് പിണറായി വിജയൻ കോട്ടയത്തിന് പോകുവാണ്, റോഡ് നീളെ സിഗ്നൽ ഓഫാക്കി പോലീസുകാർ കാവൽ നിൽക്കും. ഈ വഴിയിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലെയും SHO-മാരടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ വഴിയിലാണ്. അവർക്ക് വേറെ പണി ചെയ്യാൻ കഴിയില്ല. അവിടെയാണ് മുഖ്യമന്ത്രി വരുന്നത്. മാത്രമല്ല, ഇതൊരു 1 വേ സമ്പ്രദായത്തിലൂടെയായിരുന്നു ഈ സമയത്ത് നിയന്ത്രിച്ചിരുന്നത്. ഡോക്ടർ അശോകിൻ്റെ വീട്ടിലേക്ക് വരുന്നത് ഒരു വഴി, അവിടുന്ന് പോവേണ്ടത് മറ്റൊരു വഴി. നമ്മൾ വന്ന വഴി അതിന് മുമ്പോട്ട് പോയാലും മതി, തിരിച്ചു വരണ്ട. ഇതായിരുന്നു വഴി സെറ്റ് ചെയ്തിരുന്നത്. അവിടേക്ക് വരാൻ പോകുന്ന എല്ലാ വാഹനവും 1 വേ വഴി വിടുകയാണ്. മുഖ്യമന്ത്രിയുടെ വാഹനവും അവിടെ നിന്ന് പറഞ്ഞു വിട്ടതാണ്. കാരണം ഇത് പറയാൻ കാരണം, ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർ അവിടെ വന്ന് ഇൻഡിക്കേറ്റ് ഇട്ടപ്പോൾ ആ പോലീസുകാർ മുമ്പോട്ട് പോകാൻ പറഞ്ഞു. കാരണം 1 വേ സിസ്റ്റമാണ്. ഇതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല. ഇവിടെ വന്ന് സകല മനുഷ്യനും വർത്തമാനം പറഞ്ഞിട്ട് അദ്ദേഹം പോവുകയാണ്. ഇതല്ല എന്നെ അതിശയിച്ചത്. ഞാൻ അത് കഴിഞ്ഞ് തിരിച്ച് ഓഫീസിലെത്തി TV വെക്കുമ്പോൾ കാണുന്നത് വി ഡി സതീശൻ്റെ പത്രസമ്മേളനമാണ്. കാരണം അദ്ദേഹം രാവിലെ മന്ത്രിസഭാ യോഗം ചേർന്നതിന് ശേഷം നേരെ ഇങ്ങോട്ട് വന്ന് ഈ സന്ദർശനത്തിന് ശേഷം തിരിച്ചു ചെന്ന് പത്രസമ്മേളനം നടത്തുന്നു. ഈ പത്രസമ്മേളനത്തിൻ്റെ കാര്യം പറയേണ്ടതില്ല. ചോദ്യങ്ങൾക്കൊക്കെ കുറിക്കൊള്ളുന്ന ഉത്തരം തന്നെ അദ്ദേഹം നൽകും. നമ്മൾ ആ പത്രസമ്മേളനം കാണുമ്പോൾ അതിശയം തോന്നുന്നു, എത്ര ശ്രദ്ധയോടെയാണ് പത്രസമ്മേളനത്തിൽ ചോദ്യങ്ങൾ കേൾക്കുന്നത്. കൃത്യമായ ഉത്തരം പറയും. പൊട്ടിത്തെറിക്കേണ്ടത് പൊട്ടിത്തെറിക്കും, ദേഷ്യപ്പെടേണ്ടത് ദേഷ്യപ്പെടും. ഇന്നലെ ആ പത്രസമ്മേളനത്തിൽ മാസായത് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് ശബരിമല നെയ്ക്രമക്കേടിനെ കുറിച്ചും PSC അന്വേഷണത്തെക്കുറിച്ചും ഒന്നും ചോദിക്കേണ്ടേ എന്ന്. അതൊക്കെ ചെയ്ത ഒരുപാട് ക്രമക്കേടുകൾ ഇത്തരം കാര്യങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇതാ ഇതേന്ന്
നിങ്ങൾ ശബരിമല നെയ്യിനെ പറ്റിയും ചോദിച്ചില്ല, മറ്റേ PSC ക്രമക്കേടിനെ പറ്റി ഒന്നും ചോദിച്ചില്ല. അല്ല ഞാൻ ശ്രദ്ധിക്കേണ്ടത്. പത്രക്കാരിങ്ങനെ ചോദ്യം ചെയ്തു. പത്രക്കാരെന്ന് പറയരുത്, ഈ കൈരളിയും റിപ്പോർട്ടറും അടങ്ങുന്ന ഒരു സംഘം അവരിങ്ങനെ മുൾമുനയിൽ നിർത്താനുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പ്രതിപക്ഷത്തിന് അസ്വാരസ്യം ഉണ്ടാക്കുന്ന ഒരു ചോദ്യം ചോദിക്കില്ല. ഇവർ തന്നെയായിരുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ സർക്കാരിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു ചോദ്യം ചോദിക്കുമായിരുന്നില്ല. ഇതൊരു ഉപജാപക സംഘമാണ്. ആ സംഘത്തിന് അദ്ദേഹം കൊടുത്ത ഒന്നാം തരം മറുപടിയാണ് ഇത്. ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി വന്നാൽ ദേഷ്യപ്പെടാൻ ഇദ്ദേഹത്തിന് കഴിയും. ഇതിനിടയിൽ ഒരുത്തൻ ഭയങ്കര ബഹളം വെച്ചിട്ട് വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളിക്ക് അദ്ദേഹം മറുപടി പറയേണ്ടെന്ന് തീരുമാനിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ കയറിയിരുന്ന് താനങ്ങ് പ്രസംഗിക്കാൻ പറഞ്ഞു. അങ്ങനെ തന്നെയാണ്, തെറിക്കുത്തരം മുറിപ്പത്തൽ. മര്യാദയ്ക്ക് ഒരു വിവരം അറിയാൻ ചോദിക്കുന്ന ഒരു ഉത്തരം പറയണം, അതല്ല കുഴപ്പമുണ്ടാക്കാൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ തന്നെ പ്രതികരിക്കണം. കഴിഞ്ഞ ദിവസം എൻ്റെ ഫേസ്ബുക്കിൽ ഒരുത്തൻ വന്ന് ഒരു കമൻറ്റ് ഇട്ടു, എന്നെ പോലീസ് അന്യായമായി കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോയി മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി ഞാൻ ഇരിക്കുന്ന ചിത്രപ്പെട്ട് ഇവനെ കാണുമ്പോൾ എന്ന് അത്ര പറഞ്ഞിട്ടുള്ളൂ. ഈ മൈ എന്നൊരു വാക്ക് ഉപയോഗിച്ച് കാണുമ്പോൾ എന്ന് എഴുതിയിട്ടു. അതിന് എൻ്റെ മറുപടി എന്താണ്? അയ്യേ, ഞാൻ അത്തരക്കാരനല്ല എന്നാണ്. ഇവനെ കാണുമ്പോൾ എന്നല്ലേ എഴുതിയുള്ളൂ. ഇത്തരത്തിൽ നമ്മളോട് തെറി പറയുന്നതോട് തിരിച്ച് തെറി പറയണമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അത് തന്നെയാണ് പക്ഷെ മാന്യമായ ഭാഷയിൽ വേണം. അതാണ് സതീശിൻ്റെ പ്രത്യേകത. നമ്മൾ കാണുന്നത് ക്ഷോഭിക്കേണ്ടടുത്ത് ക്ഷോഭിക്കും, പൊട്ടിത്തെറിക്കേണ്ടടുത്ത് പൊട്ടിത്തെറിക്കും, വെല്ലുവിളിക്കേണ്ടടുത്ത് വെല്ലുവിളിക്കും, ചെയ്യേണ്ടത് ചെയ്യും. നോക്കും, മുഖ്യമന്ത്രി നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടതെല്ലാം ഭംഗിയായി ചെയ്യുന്നുണ്ട്. ഇല്ലെന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഇന്നലെ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങൾ മാത്രം നോക്കുക. എന്തെല്ലാം പ്രഖ്യാപനങ്ങളാണ് നടത്തിയത്. ഒരു ആപത്തുണ്ടാവുമ്പോൾ എന്തെല്ലാം ചെയ്യണമെന്ന് കൃത്യമായി അറിയാം. അതിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടത് ജില്ലാ കളക്ടർമാർക്ക് പരമാധികാരം കൊടുത്തു ഈ വെള്ളപ്പൊക്കത്തെ നേരിടാൻ. ദുരിതാശ്വാസ ക്യാമ്പിൽ വെള്ളമുണ്ടാവണം, വൈദ്യുതി ഉണ്ടാവണം, ഭക്ഷണം ഉണ്ടാവണം, ശുചിത്വം ഉണ്ടാവണം. ഇതിനു വേണ്ടി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പ്രത്യേക അനുമതിയുടെ ആവശ്യമില്ല. സർക്കാർ എഴുതുക, നടപടി നോക്കൊന്നും വേണ്ട, നിങ്ങൾ തീരുമാനമെടുത്തോളൂ എന്ന് ജില്ലാ കളക്ടറോട് പറയുകയാണ്. ഒരു പരിക്കേൽക്കുന്ന ഒരു വ്യക്തിയെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ ലഭ്യമല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് വിട്ടോളൂ, ആ പണം സർക്കാർ തരും. ഇതിന് സർക്കാരിൻ്റെയോ മന്ത്രിയുടെ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട, അനുമതി നൽകുന്നു. ഇതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. ഒരു ജില്ലാ കളക്ടർ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റാണ്. ആ മജിസ്ട്രേറ്റിനെ ഒരു തീരുമാനമെടുക്കാൻ പവർ ഉണ്ടെങ്കിൽ, അതിന് നൂലാമാലകളില്ലെങ്കിൽ, നാളെ ഈ തീരുമാനം തനിക്ക് വിനയാവില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർ കൃത്യമായ തീരുമാനമെടുക്കും. പഠിച്ച് പരീക്ഷ എഴുതി IAS നേടിയവരാണ്. അതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടറോട് പറഞ്ഞു, നിങ്ങൾ ഇഷ്ടം പോലെ നോക്കിയും കണ്ടും ചെയ്തോളൂ. എന്ന് വെച്ചാൽ അഴിമതി നടത്താനല്ല, മര്യാദയ്ക്ക് ആളുകളുടെ പ്രശ്നം പരിഹരിക്കാൻ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കാൻ. ഇതാണ് ഏറ്റവും നല്ല തീരുമാനം. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഓരോ തീരുമാനവും നോക്കണം. ഞാൻ അതിശയത്തോടെയാണ് ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് വളരെ കൃത്യമായ ധാരണയുള്ളത് കൊണ്ടാണ് ഒരു ദുരിതമുണ്ടായപ്പോൾ ആ ദുരിതത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി കൈകാര്യം ചെയ്തത്. മുഖ്യമന്ത്രി പറഞ്ഞിരിക്കും, ദുരിതാശ്വാസ ക്യാമ്പുകൾക്കാണ് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടത്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. ഇത് മുമ്പോട്ട് വൻ പണം അനുവദിക്കാൻ പോലും നൂലാമാലകൾ നോക്കണ്ട, കളക്ടർ തീരുമാനിച്ചോളൂ. ഇതുകൊണ്ട് ആ പ്രധാനപ്പെട്ട പ്രശ്നം പരിഹരിക്കപ്പെട്ടു. പലപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പിൽ ഭക്ഷണമില്ല, നാട്ടുകാർ കൊണ്ടു കൊടുക്കണം, അവിടെ സൗകര്യങ്ങളില്ല, ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു പേര് ദോഷം കേൾപ്പിക്കരുത്, കളക്ടറോട് തീരുമാനിച്ചോളാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. കളക്ടർക്ക് പണം അനുവദിക്കാൻ പോലും ആരുടെയും അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കണ്ട. വീട് നശിച്ചവർക്ക് നഷ്ടപരിഹാരം 4 ലക്ഷം എന്നുള്ളത് 6 ലക്ഷമാക്കി മാറ്റി. അതുപോലെ വീട്ടിൽ വെള്ളം കയറിയാൽ 10,000 രൂപ. അതിന് ദുരിതാശ്വാസ ക്യാമ്പിൽ വന്ന് കിടക്കൊന്നും വേണ്ട. പണ്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ പണം കിട്ടുമായിരുന്നു. അതൊന്നും വേണ്ട, വെള്ളം കയറിയിട്ടുണ്ട്, അതിന് തെളിവുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ 10,000 രൂപ തരും. വീടും സ്ഥലവും നഷ്ടപ്പെട്ടാൽ കഴിഞ്ഞ സർക്കാർ കൊടുത്തിരുന്ന 10 ലക്ഷം എന്ന് 12 ലക്ഷമാക്കി. ഒരാൾക്ക് വീട് കേടുപാട് സംഭവിച്ചു, ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറാൻ പറ്റുന്ന സാഹചര്യമില്ല, അയാൾ വാടകയ്ക്ക് എടുത്തു കൊടുക്കുക, വാടക സർക്കാർ കൊടുക്കുമെന്ന് പറഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വ്യാപാരികളോടും വ്യവസായികളോടും കാണിച്ച കാരുണ്യമാണ്. ഇതാണ് കരുണ എന്ന് പറയുന്നത്. ഇത്തരം വെള്ളപ്പൊക്കങ്ങളിൽ, പ്രളയങ്ങളിൽ ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്നത് കച്ചവടക്കാരാണ്. ചെറിയ കച്ചവടമാണ്. ഈ കച്ചവടം അവരുടെ ജീവൻ സംരക്ഷിക്കാനുള്ള വഴിയാണ്. പക്ഷേ ഇത് വെള്ളത്തിൽ കയറിപ്പോൾ അവരുടെ സ്റ്റോക്ക് നശിക്കും. എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് ഇനി മുമ്പോട്ട് പോകാൻ ലോൺ അനുവദിക്കും. 12 ലക്ഷം രൂപ വരെ ലോൺ എടുക്കാം. ഈ ലോണിൻ്റെ 3 ലക്ഷം രൂപ സർക്കാർ അടയ്ക്കും. അല്ലെങ്കിൽ 5 വർഷം 9% പലിശ സർക്കാർ കൊടുക്കും. ഇതിലൊക്കെ കൂടുതൽ അപ്പുറത്തേക്ക് എന്ത് സഹായമാണ് ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയും? വളരെ എളുപ്പത്തിൽ വളരെ ദുരിതബാധിതരായ മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നു. ഇതെല്ലാം ഇന്നലെ സംഭവിച്ച കാര്യങ്ങളാണ് നോക്കാം. ഈ VD സതീശൻ ഒരു പച്ച മനുഷ്യൻ കൂടിയാണ്, അച്ഛൻ കൂടിയാണ്. അദ്ദേഹത്തെ പലപ്പോഴും അച്ഛൻ എന്ന നിലയിൽ വൈകാരികമായി അദ്ദേഹത്തെ പല വിഷയങ്ങളും കൈകാര്യം ചെയ്ത് നമ്മൾ കാണാറുണ്ട്. ഇന്നലെ അദ്ദേഹം ഇതിനിടയിൽ സമയം കണ്ടെത്തി നെയ്യാറ്റിൻകര കല്ലിയൂരിലുള്ള R രാജേഷിൻ്റെ വീട്ടിൽ പോയി. നമുക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു വേദനയുടെ കഥയാണത്. R രാജേഷ് എന്ന് പറയുന്നത് ഒരു ത്രോബോൾ പ്ലെയറാണ്. അദ്ദേഹം ഈ അഡ്വഞ്ചർ ടൂറിസത്തിൽ ട്രെയിനറാണ്. ഇതിൻ്റെ ഭാഗമായി കണ്ണൂരിൽ ട്രെയിനിങ്ങിന് പോയപ്പോഴാണ് അവിടെ ഈ പുളിങ്ങോം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് ഒരു മനുഷ്യൻ അകപ്പെട്ടിരിക്കുന്നത് തിരിച്ചറിയുന്നതും അവിടെ ചെന്ന് വടം കെട്ടിക്കൊടുത്ത് തൻ്റെ ലൈഫ് ജാക്കറ്റ് ആ മനുഷ്യൻ അഴിച്ചു കൊടുത്ത് ആൾ ഒഴുക്കിൽപ്പെട്ട് പോവുകയാണ്. മുഖം പോലും ഇല്ലാതെയാണ് ആ യുവാവിൻ്റെ മൃതദേഹം ഇന്നലെ വീട്ടിലെത്തുന്നത്. ആ അമ്മയുടെയും മക്കളുടെയും ഒക്കെ കണ്ണുനീർ ആർക്കും സഹിക്കാൻ കഴിയില്ല. ആശ്വാസവാക്കുമായി
വി.ഡി. സതീശൻ അവിടെ ചെല്ലുകയാണ്. ചെല്ലുമ്പോൾ മൂത്ത മകൻ ആർഷൻ ചോദിച്ചത്, എന്തിനാണ് അച്ഛാ ഈ പണിക്ക് പോയത്? എന്തിനാണ് അച്ഛാ ഇങ്ങനെ ചെയ്തത്? ഞങ്ങൾ ഇവിടെ ഇല്ലേ അച്ഛാ? ഞങ്ങൾക്ക് അച്ഛനെ കാണണ്ടേ അച്ഛാ? എന്തിനാണ് അച്ഛാ എന്ന് ചോദിച്ച് ആർഷൻ കരയുമ്പോൾ ഇളയ മകൻ അഭിഷേക് ചോദിക്കുന്നു, എൻ്റെ അച്ഛൻ്റെ മുഖം പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് എന്തിനാണ്? എനിക്ക് എൻ്റെ അച്ഛൻ്റെ മുഖം കാണണം എന്ന് പറഞ്ഞ് അഭിഷേക് പൊട്ടിക്കരയുകയാണ്. ഈ രണ്ട് കുഞ്ഞുങ്ങളുടെയും കണ്ണുനീരിന് മുൻപിൽ അച്ഛൻ എന്ന നിലയിൽ വി.ഡി. സതീശൻ കരയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഞാനിത് കണ്ടില്ല, പക്ഷേ ഈ കുഞ്ഞുങ്ങൾ അവരുടെ അച്ഛൻ്റെ മുഖമൊന്ന് കാണാൻ വേണ്ടി നിലവിളിക്കുന്ന ആ സങ്കട കഥ കേൾക്കുമ്പോൾ കണ്ണു നിറയുന്നുണ്ട് എനിക്ക്. ആ ഒരു മനുഷ്യത്തോളം മനുഷ്യൻ്റെയൊക്കെ കണ്ണു നിറയും. ഇവിടെയും വി.ഡി. സതീശൻ എന്ന് പറയുന്ന അച്ഛൻ കരഞ്ഞുപോയി. മുഖ്യമന്ത്രിയാണ്, രാഷ്ട്രീയക്കാരനാണ്, തനിക്ക് കഠിന ഹൃദയനാവണം എന്നൊന്നും അദ്ദേഹത്തിന് ചിന്തിക്കാൻ കഴിയില്ല. പച്ച മനുഷ്യനാണ്. പച്ച മനുഷ്യർക്ക് മനുഷ്യന്റെ വികാരം കാണുമ്പോൾ കണ്ണു നിറയും. അങ്ങനെ എല്ലാവർക്കും കണ്ണു നിറയണമെന്നില്ല. പിണറായി വിജയൻ എന്തെങ്കിലും കണ്ണു നിറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരിക്കലും കണ്ണു നിറയില്ല. കാരണം ചോര കണ്ട് വളർന്നതാണ്. ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കൊല്ലപ്പെട്ടപ്പോൾ കുലം കുത്തി എന്ന് വിളിച്ച് അതിന് പിറ്റേ ദിവസം ആനന്ദം അനുഭവിച്ച ആളാണ്. കരയില്ല. പക്ഷെ പച്ച മനുഷ്യർക്ക് കണ്ണു നിറയും. സത്യസന്ധരായ പച്ച മനുഷ്യർക്ക് ദേഷ്യം വരും, അവർക്ക് കണ്ണു നിറയും, അവർക്ക് സങ്കടം വരും, അവർ പൊട്ടിത്തെറിക്കും, അവർ ചൂടാവും. അതാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് പറഞ്ഞത് കരുണയും ദയയും ദേഷ്യവും സ്നേഹവും വാത്സല്യവും കോപവും ഒക്കെയുള്ള ഒരു മനുഷ്യനാണ് വി.ഡി. സതീശൻ. എന്നെ അത്ഭുതപ്പെടുത്തിയ സ്പീഡാണ്. എന്തൊരു സ്പീഡിലാണ് ഇദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എല്ലായിടത്തും ഓടിയെത്താൻ എങ്ങനെയാണ് കഴിയുന്നത്? എല്ലാ ദിവസവും ഓഫീസിലെത്തും. അതായത് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ മുഖ്യമന്ത്രി അടിയന്തര സാഹചര്യമില്ലെങ്കിൽ ഓഫീസിലെത്തും. രാവിലെ 8 മണിക്ക് ഓഫീസിലെത്തും. ഓഫീസിലെത്തിയാൽ അത്യാവശ്യമുള്ള ആളുകളെ കാണും. ഉദ്യോഗസ്ഥന്മാരെയാണ് അദ്ദേഹത്തിന് കാണേണ്ടത്. പ്രധാനമായും പല മീറ്റിങ്ങുകളുണ്ടാവും, പല പ്രതിനിധികളുണ്ടാവും, അവരൊക്കെ കാണും. പക്ഷേ ഈ അപ്പോയിൻമെൻ്റ് ഒന്നും വേണ്ട. ആർക്ക് വേണമെങ്കിലും ഈ സമയത്ത് മുഖ്യമന്ത്രിയെ കാണാനെത്താം. സ്കൂൾ തുറക്കുന്നത് വരെ 12,000 പേരാണ് ഒരു ദിവസം മുഖ്യമന്ത്രിയെ കാണാൻ വന്നുകൊണ്ടിരുന്നത്. ഇവരെല്ലാം കാണുമായിരുന്നു. മുഖ്യമന്ത്രി ഓഫീസിന് പുറത്തും അകത്തുമൊക്കെ 2,000 പേരാണ് കാത്തിരിക്കുക. എല്ലാവരും കാണും. ഇപ്പോൾ ആൾ കുറഞ്ഞു, എന്നാൽ പോലും ഒരു ദിവസം ഒരു 200-250 പേര് വരും. ഇവരൊക്കെ മുഖ്യമന്ത്രി കാണും. തൻ്റെ ജോലിക്കിടയിൽ, തൻ്റെ ഫയൽ നോക്കത്തിനിടയിൽ അദ്ദേഹം ഇവരെയൊക്കെ കാണും. അതിന് അപ്പോയിൻമെൻ്റ് ഒന്നും വേണ്ട. അപ്പോയിൻമെൻ്റ് എടുത്ത് ആളുകൾക്ക് കയറ്റി അത് വന്നാൽ മതി, അദ്ദേഹം അവിടെ കാണും. ഇപ്പം ഇന്നലെ റാന്നിയിൽ പോയതുപോലുള്ള തിരക്കുകൾ ഒഴിച്ചാൽ അദ്ദേഹം തിരുവനന്തപുരത്തുണ്ടാവും. വീക്ക് ഡേയ്സിൽ, വീക്കെൻഡ്സിൽ അദ്ദേഹം മണ്ഡലത്തിലേക്ക് പോകും, എറണാകുളത്താവും. വീക്ക് ഡേയ്സ് മൺഡേ ടു ഫ്രൈഡേ അങ്ങനെയാണ്. താഴെ വന്ന് പാസ് എടുക്കുക, കയറി വരിക. അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മുഖ്യമന്ത്രിയെ കാണാം. പിണറായിയുടെ കാലത്ത് അങ്ങനെയല്ല. 3 മണിക്ക് ശേഷമേ സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളിൽ ആളുകൾ കയറാൻ കഴിയും. ആരെ കാണാനായിരുന്നു? ഏത് മന്ത്രിയെ കാണണമെങ്കിലും നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ 3 മണി കഴിഞ്ഞു. അതിന് മുമ്പ് കയറ്റത്തില്ലായിരുന്നു. അതും ഒരുപാട് പ്രശ്നങ്ങളാണ്. അവിടെ നിന്ന് വിളിക്കണം, പാസ് എടുക്കണം, അവിടെ നിന്ന് ആൾ പറയണം, എന്നിട്ട് പരിശോധന നടത്തണം, ആരെ കാണാൻ പോകുന്നു എന്നറിയണം, തിരിച്ചു വന്നിടും. അങ്ങനെ 100,000 നൂലാമൻ. ഇതൊന്നുമില്ല. ഇവരെയൊക്കെ ഈ മനുഷ്യൻ കാണും. മുഖ്യമന്ത്രിയാണെന്ന് ഓർക്കണം. ഇതിനിടയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പം ഉദാഹരണത്തിന് മിനിഞ്ഞാന്ന് സംഭവിച്ചു നോക്കുക. അദ്ദേഹം രാവിലെ ഓഫീസിലെത്തുന്നു പതിവ് പോലെ. അവിടുത്തെ ചില മീറ്റിങ്ങുകൾ നടത്തുന്നു. അവിടുത്തെ LSD ഉദ്യോഗസ്ഥന്മാരുടെ ഒരു യോഗമുണ്ടായിരുന്നു, അതിനെ അഡ്രസ്സ് ചെയ്യുന്നു. അതിനുശേഷം ഏതാണ്ട് 10 മണിയോടെ അദ്ദേഹം നേരെ കോഴഞ്ചേരിക്ക് പോവുകയാണ്. കോഴഞ്ചേരി ചെന്ന് ആറന്മുള കോഴഞ്ചേരി ഭാഗത്തെ വീടുകൾ സന്ദർശിക്കുന്നു, ആളുകളെ കാണുന്നു, ദുരിതാശ്വാസ ക്യാമ്പിൽ പോകുന്നു. അതിനുശേഷം റാന്നിക്ക് പോകുന്നു. റാന്നിക്ക് ശേഷം തിരുവല്ലയ്ക്ക് പോകുന്നു, ജനപ്രതിനിധികളെയൊക്കെ കാണുന്നു. തിരുവല്ലയിൽ ശേഷം അദ്ദേഹം അവിടുത്തെ ഈ സന്ദർശനം പൂർത്തിയാക്കി തിരിച്ചു വരുമ്പോൾ വൈകുന്നേരം 7 മണിയായി. ആ 7 മണിക്ക് വന്നതിന് ശേഷമാണ് മുൻ DGP ഋഷിരാജ് സിംഗിൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നത്. മനോഹരമായ പ്രസംഗമാണ് അദ്ദേഹം നടത്തി. അദ്ദേഹം ഈ പുസ്തകം നേരത്തെ വായിച്ചിരുന്നെങ്കിൽ താൻ മുഖ്യമന്ത്രി ആവില്ലായിരുന്നു, താനൊരു IAS കാരനായി പോയേനെ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പോയ മനുഷ്യൻ പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് വീണ്ടും എത്തുകയാണ്. ബുധനാഴ്ച ആളുകളെ കാണുന്നു, ഫയലുകൾ നോക്കുന്നു. 9 മണിക്ക് ക്യാബിനറ്റ് കൂടുന്നു. ക്യാബിനറ്റ് കഴിഞ്ഞ ഉടൻ തന്നെ B. അശോകിൻ്റെ പിതാവിനെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുന്നു. തിരിച്ചു വന്ന് മാധ്യമപ്രവർത്തകരെ കാണുന്നു. അതിനുശേഷം കല്ലിയൂർ രാജേഷിനെ കാണാൻ പോകുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അസോസിയേഷൻ്റെ യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. ഉച്ചയ്ക്ക് വീട്ടിൽ പോയി അല്പം വിശ്രമിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, തിരിച്ച് വീണ്ടും ഓഫീസിലെത്തുന്നു. നോക്കൂ, ഒരു ദിവസം എങ്ങനെയാണ് ഇത്ര വേഗതയിൽ അദ്ദേഹത്തിന് മുമ്പോട്ട് കൊണ്ട് കഴിയുന്നതെന്ന് എനിക്ക് അത്ഭുതമാണ്. ജനപ്രതിനിധികൾ, MLA മാരും MP മാരും ഒക്കെ പോയാൽ കൊണ്ടുവരുന്ന ആളുകളുടെ കൂടിയാണ് അദ്ദേഹം കാണുന്നത്. ഇത്രയും ജനകീയനായ ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടത് ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിയെ പോലെ അതേ മോഡ് ഓഫ് ഓപ്പറേഷനിലാണ് അദ്ദേഹം മുമ്പോട്ട് പോകുന്നത്. ആ പടയുള്ള വ്യത്യാസം, ഉമ്മൻചാണ്ടി പൊട്ടിത്തെറിക്കുമായിരുന്നില്ല. ഏത് ഭീകരനെയും അദ്ദേഹം സൗമ്യമായി കൈകാര്യം ചെയ്തു. ഇദ്ദേഹം പൊട്ടിത്തെറിക്കും. ഇദ്ദേഹം ഒരു പച്ച മനുഷ്യനാണ്. ആ ഒരു ക്ഷമയൊന്നുമില്ല. പൊട്ടിത്തെറിക്കേണ്ടത് പൊട്ടിത്തെറിക്കും. മറുപടി പറയേണ്ടാത്ത ചോദ്യങ്ങൾക്ക് മറുപടി പറയില്ല. എന്താ വിശേഷിപ്പിക്കുക? ഒരു ഇങ്ങനെ ഒരു മനുഷ്യൻ മുഖ്യമന്ത്രിയായി നമ്മുടെ ഭാഗ്യമെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാനിത് നേരിട്ട് ഇന്നലെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം പറയുന്നതാണ്. അത് നിങ്ങളിപ്പോൾ പെയ്ഡ് PR പ്രൊമോഷൻ എന്ന് പറഞ്ഞാലും സഹിക്കാനേ പറ്റൂ. വേറെ നിവൃത്തിയൊന്നുമില്ല. അത്രയ്ക്കും അതിശയമാണ് ഈ മനുഷ്യൻ നമുക്ക് സമ്മാനിക്കുന്നത്. ഇതിനു മുമ്പ് 10 വർഷം ഈ നാട്ടിൽ കാരണഭൂതൻ ഭരിച്ചതുകൊണ്ടാവാം നമുക്ക് വി.ഡി. സതീശൻ്റെ ഓരോ പ്രവൃത്തിയും ഇത്രയേറെ ആദരവ് തോന്നുന്നത്. എന്തായാലും ഈ ഒരു വൈബ് നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.